നമസ്തേ. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ കേന്ദ്രം ഒരു പുതിയ പെൻഷൻ പദ്ധതി പ്ലാൻ ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ പുറത്ത്. നിലവിലെ എല്ലാ പെൻഷൻ പദ്ധതി നിയമങ്ങളും പൊളിച്ചെഴുതുന്നതാകും ഈ സാർവത്രിക പെൻഷൻ പദ്ധതി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ശമ്പള വരുമാനക്കാർ, ജീവനക്കാർ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ തുടങ്ങി ഏവർക്കും ഒരേപോലെ നേട്ടമാകുന്ന പദ്ധതിയാണ് തൊഴിൽ മന്ത്രാലയം പരിഗണിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും പെൻഷൻ ലഭ്യമാക്കാനുള്ള പദ്ധതിയുമായാണ് കേന്ദ്ര സർക്കാർ എത്തുന്നത്. അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ അടക്കം ഉൾപ്പെടുത്തിയാകും ഈ പുതിയ പദ്ധതി നടപ്പിലാക്കുക. നിലവിൽ വിവിധ മേഖലകളിലുള്ള പെൻഷൻ പദ്ധതികളെ ലയിപ്പിച്ചാകും ഈ സമഗ്ര പെൻഷൻ പദ്ധതി നടപ്പാക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ EPF പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമാകും പുതിയ പെൻഷൻ പദ്ധതി. നിലവിലെ പെൻഷൻ പദ്ധതിയും നിർദ്ദിഷ്ട പദ്ധതിയും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നാകും നിലവിൽ നിങ്ങൾ ചിന്തിക്കുന്നത്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ അഥവാ EPFO പോലെയുള്ള നിലവിലെ സ്കീമുകളും നിർദ്ദിഷ്ട സ്കീമും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് സംഭാവനകളിലായിരിക്കും. പുതിയ സ്കീമിൽ സർക്കാർ സംഭാവനകൾ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നാണ് റിപ്പോർട്ട്. നിലവിലുള്ള ചില സ്കീമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ പെൻഷൻ അല്ലെങ്കിൽ സമ്പാദ്യ ചട്ടക്കൂട് കാര്യക്ഷമമാക്കുകയാണ് സാർവത്രിക പെൻഷൻ പദ്ധതി വഴി ലക്ഷ്യം വെക്കുന്നത്. നിലവിലെ ഇ-ശ്രം പോർട്ടൽ കണക്ക് പ്രകാരം 30.67 കോടി അസംഘടിത തൊഴിലാളികളാണ് ഇവിടെയുള്ളത്. ഈ വർഷം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ 2.97 കോടി പേരാണ് ഈ മേഖലയിൽ ഉള്ളത്. ഉത്തർപ്രദേശ് 8.38 കോടി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്താണ് ബീഹാർ ഉള്ളത്. മാസം 1000 മുതൽ 1500 രൂപ വരെ ലഭിക്കുന്ന അടൽ പെൻഷൻ യോജന, വഴിയോര കച്ചവടക്കാർ, വീട്ടുജോലിക്കാർ, തൊഴിലാളികൾ തുടങ്ങിയവർക്കുള്ള PM, MSYM, 60 വയസ്സായാൽ കർഷകർക്ക് മാസം 3000 രൂപ ലഭിക്കുന്ന കിസാൻ മാൻധൻ യോജന, ഗിഗ് തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ച പദ്ധതികൾ തുടങ്ങിയവ ലയിപ്പിച്ചുകൊണ്ടാകും ഈ ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കുക. ഗിഗ് തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി ഇ-ശ്രം പോർട്ടലിൽ രജിസ്ട്രേഷൻ തുടങ്ങിയിരിക്കുകയാണ്. ഇവർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകുകയും ചെയ്യും. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം അഥവാ PMJY പ്രകാരം ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങൾ ഇതിലൂടെ ഉറപ്പാക്കും. അർബൻ കമ്പനി, സൊമാറ്റോ, ബ്ലിങ്കിറ്റ്, അങ്കിൾ ഡെലിവറി എന്നീ 4 പ്രധാന സേവനദാതാക്കളാണ് തൊഴിലാളികളെ ഇ-ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. രാജ്യത്തെ എല്ലാവർക്കും 60 വയസ്സ് തികയുമ്പോൾ പെൻഷൻ എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. വീട്ടുജോലിക്കാർ, 1 കോടിയിലധികം വരുന്ന ഗിഗ് വർക്കർമാർ, നിർമ്മാണ തൊഴിലാളികൾ, സൈക്കിൾ ഇ-റിക്ഷ തൊഴിലാളികൾ, സ്വയം തൊഴിൽ കണ്ടെത്തിയവർ, സ്വകാര്യ ജീവനക്കാർ തുടങ്ങിയവർക്ക് ഒക്കെ തന്നെ പുതിയ ഈ പെൻഷൻ പദ്ധതി ഗുണകരമാകും. പ്രപ്പോസൽ അന്തിമമായി കഴിഞ്ഞാൽ പങ്കാളികളുമായി കൂടിയാലോചനകൾ ആരംഭിക്കും എന്ന് ഇതിന്റെ വൃത്തങ്ങളെ ഉദ്ധരിച്ച് NDTV റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം തന്നെ നിലവിലുള്ള ദേശീയ പെൻഷൻ പദ്ധതിക്ക് പകരമാകില്ല സമഗ്ര പെൻഷൻ പദ്ധതി എന്നും അറിയിച്ചിട്ടുണ്ട്.